ദിവസത്തിന്റെ വീഡിയോയെ ഞാൻ നേരത്തെ എടുക്കണം തീരുമാനിച്ചതാ. കാരണം എനിക്കിന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു വർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് രാവിലെ ഇഷ്ടംപോലെ സമയം കിട്ടിയോണ്ട് നല്ല ഒരുങ്ങി തന്നെ പോവുകയാണ് ഞാൻ. എല്ലാ ദിവസവും എനിക്ക് ഇഷ്ടമുള്ള പോലെ ഒരുങ്ങി പോകാനൊന്നും സമയം കിട്ടൂല. സമയം കിട്ടുന്ന ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും അതിലേക്ക് ഇഷ്ടപ്പെട്ട ഓർണമെന്റ്സ് ഒക്കെ പെയർ ചെയ്തിട്ട് പോവാൻ ഞാൻ മാക്സിമം നോക്കും. അതൊക്കെ എന്നെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളാണല്ലോ. അങ്ങനെ ആ ഒരു അനാർക്കലി സെറ്റിലേക്ക് ഇഷ്ടമുള്ള ഓർണമെന്റ്സ് എല്ലാം പെയർ ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. ആസ് യൂഷ്വൽ പോയി കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ ഇന്നും എടുത്തിട്ടില്ല. വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അക്ഷയയിൽ കയറി. പിന്നെ പ്രിന്റ് എടുക്കാനും ഫോട്ടോ കോപ്പി എടുക്കാനുള്ള കുറച്ച് പേപ്പേഴ്സ് ഒക്കെ എടുത്തതിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ നേരെ തണ്ണിമത്തം കട്ട് ചെയ്ത് റൂമിൽ കൊണ്ടുവന്നു. വരുന്ന സമയം നല്ല ചൂടുള്ള സമയം, അതുകൊണ്ട് തന്നെ തണ്ണിമത്തം കട്ട് ചെയ്ത് കഴിച്ചതിന് ശേഷം പിന്നെ മേലേക്ക് സെറ്റായിട്ട് ഫുഡ് കഴിക്കാൻ താഴെ ഇറങ്ങിയതാ. ചോറിനെന്ന പച്ചക്കറിയും മീൻകറിയും വെണ്ടക്കുപ്പേരും മീൻ പൊരിച്ചതും സോയാബീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നൈറ്റിലെ ക്ലിപ്സ് ആണ് ഇട്ടത്. ഈ ബെഡൊക്കെ സെറ്റാക്കി ഇരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇന്നൊരു മൂവി നൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള ദിവസമാണ്. എന്ന് വെച്ചാൽ റൂമിൽ TV സെറ്റ് ചെയ്തിട്ട് ഒരുമിച്ചിരുന്ന് മൂവി കാണണമെന്നുള്ള ഒരുപാട് ദിവസമായിട്ട് ഞങ്ങളെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഇന്നാണ് അതിന് സമയം കിട്ടിയിട്ടുള്ളത്. ചില ദിവസങ്ങളിലൊക്കെ ലേറ്റ് ആവും ഇങ്ങനൊരു തോട്ട് വരുമ്പോൾ. പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ട് നേരത്തെ ഉറങ്ങാന്ന് വിചാരിച്ചിട്ട് മൂവി കാണാനൊന്നും ഞങ്ങൾ നിൽക്കാറില്ല. ഓൾറെഡി ലേറ്റ് നൈറ്റ് ആയിട്ടുണ്ട്. എന്നാലും രണ്ടാളും മൂവി കാണാൻ ഇന്ന് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പാർട്ടി പോപ്കോണിന്റെ പാക്കൊക്കെ പൊട്ടിച്ച് പോപ്കോൺ പ്രിപ്പയർ ചെയ്തു. തിയേറ്ററിൽ നിന്ന് മൂവി കാണുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിക്കൊണ്ടേയിരിക്കണം അല്ലെ. അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് മൂവി കാണുകയാണെങ്കിൽ പറയണ്ടല്ലോ. അങ്ങനെ പോപ്കോണിന്റെ കൂടെ ഒരു ജ്യൂസും അടിച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ റൂമിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്തു. അത് മാത്രമല്ല കേട്ടോ, ലേസും പാർലേസും ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ്സ് പിന്നെ ഓൾറെഡി നമ്മളെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നല്ല നല്ല മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാനും അത് റീലായിട്ട് ഇറക്കാനും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ദിവസം വരുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്. ഇനി അങ്ങോട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരുപാട് വട്ടം ഇരിക്കുന്നു എണീക്കുന്നു ഒക്കെ ഉണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ വീഡിയോ പല ആംഗിളിലായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇതിനിടയിൽ സംസാരിക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു ഒക്കെ എങ്ങനെയൊക്കെ വീഡിയോ എടുക്കണം, ഏതെല്ലാം ആംഗിളിന് എടുക്കണം, സൂം ചെയ്തിട്ട് എടുക്കണോ, മുകളിൽ നിന്നുള്ള ഷോട്ട് എടുക്കണോ, സൈഡിൽ നിന്നുള്ള ഷോട്ട് എടുക്കണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. എടുത്തിട്ടുള്ള വീഡിയോ റെഡി എല്ലാം തോന്നുമ്പോൾ ഞങ്ങൾ അതന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി എടുക്കും. ഇതൊക്കെ വീഡിയോക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതല്ല കേട്ടോ. ഞങ്ങളെ മൊമെന്റ്സ് പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ചെയ്തിട്ട് വീഡിയോ എടുത്ത് വെക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് മൂവി കാണാമല്ലോ എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ത്രൂ ഔട്ട് ആ ഫിലിം കഴിയുന്ന വരെ ഞങ്ങൾ വീഡിയോ എടുക്കുകയായിരുന്നു. അങ്ങനെയല്ല, ഫിലിം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിരുന്നു. ഒരുപാട് മൂവി കയ്യിലുണ്ടെങ്കിലും ആയാം കാതലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൂവിയാണ് കേട്ടോ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ കാര്യമായിട്ട് ഫുഡ് അടിയാണ് നടന്നിട്ടുള്ളത്. മുന്നേ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ കമന്റ് ചെയ്തിരുന്നു നോ മൂവി നൈറ്റ് ഫുഡ് നൈറ്റ്. ആള് പറഞ്ഞത് കാര്യമാണ്, നന്നായിട്ട് ഫുഡ് അടി നടക്കുന്നുണ്ട്. ഇത് മുകളിലുള്ളൊരു ഷോട്ടാണ് കേട്ടോ. ഇത് കണ്ടാൽ മനസ്സിലാകും ഫുഡ് അടി എത്ര ഉഷാറായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത്. ചില സമയത്ത് വീഡിയോ ഓണാക്കി വെച്ചിട്ട് ഒരുപാട് സമയം അത് ക്യാപ്ചർ ചെയ്യും. അതിൽ നല്ല മൊമെന്റ്സ് നമുക്ക് എടുക്കാമല്ലോ, നല്ല സൗകര്യമായിട്ട് മൂവി കാണുകയും ചെയ്യാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ക്യാമറ ഓൺ ആണെന്ന് ഞാൻ തന്നെ മറന്നു പോകും. അതിൻ്റെ ആ തീറ്റി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നെന്താ എടുത്തത് ഓക്കെ എല്ലാം തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും ആ ഒരു ക്ലിപ്പിനെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ ആ ഡ്രോയർ ക്ലോസ് ചെയ്ത് വന്നത് എന്തോ പ്രേതം പിടിച്ച പോലെ ഡ്രോയർ ഇതാ താനെ പുറത്തേക്ക് വരുന്നു. അത് പക്ഷെ ഞാൻ ഇപ്പോഴൊന്നും അറിയുന്നില്ല കേട്ടോ. വീഡിയോക്ക് പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ
കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം കണ്ടതുകൊണ്ട് ഞാൻ വീണ്ടും ഈ വീഡിയോ ലോങ് ആക്കി എടുത്തു. അതായത് ഡ്രോയർ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും വീഡിയോ കണ്ടിന്യൂ ചെയ്തെടുത്ത്. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ചില ആളുകൾക്ക് ഇപ്പോൾ തോന്നാൻ മതി. ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്നോട് നേരിട്ട് ചോദിച്ച ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടുള്ള സന്തോഷം എനിക്ക് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ എൻ്റെ ഗാലറിയിൽ തന്നെ വെച്ച് കാണുമ്പോഴാണ്. പിന്നെ അപ്ലോഡ് ചെയ്യുന്നതും സന്തോഷമായതുകൊണ്ട് അതും ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. പല ആളുകളും ചോദിക്കും, എന്നും എൻ്റെ വീഡിയോ കാണാലോ, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾ അവരുടെ ടൈം പ്രൊഡക്റ്റീവായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഞാനാണെങ്കിൽ എൻ്റെ ടൈം ഇങ്ങനെയൊക്കെയാണ് പ്രൊഡക്റ്റീവ് ആക്കി എടുക്കുന്നത്, ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഇപ്പോൾ ക്യാമറ ഓഫാക്കാൻ പോകണല്ലോ എന്ന് വിചാരിച്ച് എണീക്കുമ്പോഴാണ് കേട്ടോ ആ ഡ്രോയർ തുറന്നെടുക്കുന്നത് ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ വീണ്ടും അത് ക്ലോസ് ചെയ്ത് ഇത് ആംഗിളിൽ നിന്ന് വീഡിയോ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, വീഡിയോ ഒക്കെ പെട്ടെന്ന് തന്നെ എടുത്തു കഴിഞ്ഞിരുന്നു. പക്ഷെ ഈ ഒരു ക്ലിപ്പ് മൂവി കുറച്ചൊക്കെ ആയതിനു ശേഷം എടുത്താണ് കേട്ടോ. ഈ ഒരു ടൈം ആയപ്പോക്കിന് എന്റെ കപ്പാസിറ്റി ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിരുന്നു. എന്റേത് മാത്രമല്ല രണ്ടാളതും. സത്യം പറഞ്ഞാൽ ഈ മൂവി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓൾറെഡി ഞങ്ങൾ നല്ല ലേറ്റ് ആയിട്ടാണല്ലോ മൂവി കാണാൻ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും ഒരു എൻഡ് ആയപ്പോ ഞാൻ ഉറക്കം വന്ന് തുടങ്ങി. ഈയിടെ ആയിട്ട് തിയേറ്ററിൽ നിന്ന് കാണുന്ന മൂവി അല്ലാതെ ഫോണിൽ എപ്പം മൂവി കണ്ടാലും ഞാൻ ഉറങ്ങിപ്പോവും. അതേ അവസ്ഥയാണ് ഇപ്പൊ ടി-വിയിൽ മൂവി ഇട്ടപ്പോഴും. എന്തായാലും മൂവി കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെയാണ് പിന്നെ ഞങ്ങൾ ഉറങ്ങിയിട്ടുള്ളത്. ഏകദേശം ലാസ്റ്റിലേക്ക് ആയിട്ടുണ്ട്, എന്നാലും ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ല. പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ വേഗം കടന്ന് ഉറങ്ങി. എന്തായാലും ഇനി ഇതുപോലത്തെ ഞങ്ങളെ നല്ല മൊമെന്റ്സ് എല്ലാം ക്യാപ്ചർ ചെയ്തിട്ട് ഞാൻ വീണ്ടും വരാം.